ഇനി നമുക്ക് വിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ച് സംസാരിക്കാം കേട്ടോ. പലർക്കും ഉള്ള പല പല സംശയങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് വിളക്കാണ് കൊളുത്തേണ്ടത്, എത്ര തിരിയിടണം, എന്ത് എണ്ണ ഉപയോഗിക്കണം, എത്ര നേരം കൊളുത്തി വെക്കണം, എങ്ങനെ അത് കെടുത്തണം, അങ്ങനെ 100,000 സംശയങ്ങളാണ്. അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിളക്ക് കൊളുത്തുന്നത് എങ്ങനെയാണ് എന്നതിലുപരി അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ആദ്യം അറിയണം. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തന്നെ നമ്മുടെ ഒരുവിധം സംശയങ്ങൾക്കൊക്കെ ഉത്തരാവും കേട്ടോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? പ്രകാശമാണ് ലഭിക്കുന്നത് അല്ലേ? വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നത്. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് നമുക്ക് വെളിച്ചം കിട്ടില്ല. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ വിളക്ക് കൊളുത്തണം. എന്നാലേ അസ്തമിച്ചു കഴിഞ്ഞാൽ ആ ഒരു വെളിച്ചം നമുക്ക്, ആ ഇരുട്ട് നമ്മളെ ബാധിക്കാതിരിക്കുള്ളൂ, വെളിച്ചം നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമുക്ക് എത്ര തിരിയിട്ടിട്ട് വിളക്ക് കൊളുത്തണം എന്ന് നോക്കാം. എപ്പോഴും അതെല്ലാം നമ്മുടെ പൂജാമുറിയുടെ ഒക്കെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊന്നും യാതൊരുവിധ ദോഷവും ഇല്ല. സാധാരണയായിട്ട് ഒരു തിരിയിടുന്നത്, ഒരു തിരി എന്നല്ല ഉദ്ദേശിക്കുന്നത്. തിരിയിടുമ്പോൾ നമ്മൾ സാധാരണ കൂപ്പുകൈ പോലെ തിരിയിടണം എന്നാണ് പറയുക. അതായത് ഒരു ഭാഗത്തേക്ക്, ഒരു ദിക്കിലേക്ക് ഉള്ള നാളാണെങ്കിൽ 2 തിരിയിടണം. അങ്ങനെയല്ല, ഒരു നാളത്തിലാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നതെങ്കിൽ അത് ഗണപതി നേദ്യത്തിനാണ്. ഗണപതി നേദ്യത്തിനാണ് ഒരു വശത്തേക്ക് മാത്രം തിരിയിട്ടിട്ട് വിളക്ക് കൊളുത്താറുള്ളൂ കേട്ടോ. 2 തിരിയിട്ടിട്ട് കൊളുത്താറുണ്ട്. അതായത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ആയിട്ട്. അപ്പോൾ 2 തിരി എന്നല്ല ഉദ്ദേശിക്കുന്ന 2 നാളം. അപ്പോൾ 4 തിരി ഉണ്ടാവും. കൂപ്പുകൈ പോലെ കിഴക്കോട്ടും കൂപ്പുകൈ പോലെ പടിഞ്ഞാറോട്ടും ആയിട്ട് 2 വശത്തേക്ക് നാളങ്ങളായിട്ട് നമ്മൾ വിളക്ക് കൊളുത്താറുണ്ട്. അതാണ് നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ കൊളുത്താറുള്ളത് കേട്ടോ. അങ്ങനെ തന്നെ കൊളുത്തിയാൽ മതി. പലരും ചോദിക്കും എത്ര തിരിയിട്ട് കൊളുത്തണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീടുകളിലൊക്കെയും 2 വശത്തേക്ക്, അതായത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ആയിട്ടാണ് വിളക്ക് കൊളുത്താറുള്ളത്. ഭൂരിഭാഗം എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. അത്ര ചെയ്താൽ മതി. അത്ര തന്നെ ചെയ്യാനായിട്ട് പറയുന്നുള്ളൂ. ഇനി 3 ഭാഗത്തേക്ക് നാളങ്ങളായിട്ട് വിളക്ക് കൊളുത്താറുണ്ട്. അതായത് കുപ്പുകൈ പോലെ 6 തിരിയിട്ടിട്ട് 3 നാളങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അത് സാധാരണ ചാക്യാർക്കാണ് അങ്ങനെ കൊളുത്തുക. കൂത്തൊക്കെ ചെയ്യുന്ന ചാക്യാരുണ്ടല്ലോ, അവർക്കാണ് അങ്ങനെ കൊളുത്തി വെക്കുക. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ മണ്ഡലകാല വൃശ്ചിക മാസമൊക്കെ വരാൻ പോകല്ലേ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൂത്ത് തുടങ്ങുകയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അതും കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ 3 നാളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ചാക്യാർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ 5 തിരിയിട്ട്, അതായത് 5 നാളങ്ങൾ ഉപയോഗിച്ചിട്ട് വിളക്ക് കൊളുത്താറുണ്ട്. ഭദ്രദീപം തെളിയിക്കാന്ന് പറയാം. ഭദ്രദീപം എന്ന് അതിനെ പറയാം. ഏറ്റവും ഉത്തമം അതാണ് കേട്ടോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പൂജാമുറിയുടെ സൗകര്യങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ വലിയ രീതിയിൽ 5 തിരിയിട്ടൊന്നും കൊളുത്താനായിട്ട് എല്ലാവർക്കും സാധിച്ചു എന്നൊന്നും വരില്ല. അതിന് ധാരാളം ഐശ്വര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് പറയുക. പക്ഷെ എന്നിരുന്നാലും ഈ 5 തിരി വേണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല കേട്ടോ. 2 തിരി തന്നെ വളരെ ധാരാളമാണ്. നമ്മുടെ എല്ലാ വീടുകളിലും നമുക്ക് 2 വശങ്ങളിലേക്ക്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമായിട്ട് തിരിയിട്ടിട്ട് വിളക്ക് കൊളുത്താവുന്നതാണ് കേട്ടോ.